വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന 8th പേ കമ്മീഷൻ എന്താണ്? ഹായ്, ഞാൻ കിരൺ രവി, ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആകാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു കാലഘട്ടം. എന്താണെന്ന് വെച്ചാൽ 8th പേ കമ്മീഷൻ അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ജീവനക്കാരുടെ ശമ്പളവും അതേ കണക്ക് പെൻഷനേഴ്സിൻ്റെ പെൻഷനും നിശ്ചയിക്കുന്ന പേ കമ്മീഷനുകൾ അഥവാ സെൻട്രൽ പേ കമ്മീഷനുകളിൽ 8th പേ കമ്മീഷൻ 2026 മുതൽ പ്രാബല്യത്തിൽ വരും. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കീഴിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു പെൻഷനറിനെയോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിനെ അസ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റിനെയോ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ 2026 പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന 8th പേ കമ്മീഷൻ്റെ പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 18,000 രൂപയിൽ നിന്നും 45,000 മുതൽ 51,480 രൂപ വരെ ബേസിക് പേ വർധനവ് വരാമെന്നാണ് എക്സ്പേർട്സ് അനുമാനിക്കുന്നത്. ഇതിന് പുറമെ അലവൻസസ് വേറെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓർക്കുക, അലവൻസിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യാതൊരു പിശുക്കും കാണിക്കില്ല. ജൂലൈ മാസം 2024 തന്നെ ഡിയർനെസ് അലവൻസ് അവരുടെ ബേസിക് പേയുടെ 53% ഉയർത്തിയിരുന്നു. എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് സേഫ്റ്റിയും ഹൈ പേയുമുള്ള ജോലികൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ജോലികളെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ പേ കമ്മീഷൻ്റെ വരവോടുകൂടി. Thank you for watching this video. This is Kiran signing off. Bye.